നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പർ തിരിച്ചു തരണം. ഞാൻ തയ്യാറാക്കുന്ന പേപ്പറിൽ ഒപ്പിട്ട് തരികയും വേണം. 25 രൂപ തരും. 25 എന്ന് പറഞ്ഞ 25 lakhs. അതെ 25 lakhs. അത് മതിയാവോ? അത് മതിയാക്കണം. നെഗോസിയേഷന്റെ ചീപ്പ് ടോക്ക് വേണ്ടെന്ന് കരുതിയ തരാൻ പറ്റുന്നൊരു എമൗണ്ട് പറഞ്ഞു. അതിപ്പോ അത്ര മതി നിങ്ങൾ വെക്കും ഞങ്ങള്. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? അതെ 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 അതെ. $25 ലക്ഷം, 1/4 കോടി ഇന്ത്യൻ റുപ്പി. ഡീനോട് നമ്മളൊരു വാക്ക് പറയണമായിരുന്നു. അത് ഫാൾട്ടായി പോയി. പറഞ്ഞിരുന്നെങ്കില് ഈ പണം ഷീലാകോശിയുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കിടക്കുമായിരുന്നു. നിങ്ങൾ രണ്ടും പഴയ ദാരിദ്ര്യത്തിന്റെ വട്ടപ്പൂജ്യത്തിനകത്തും. നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്നൊക്കെ പാടിയത് വെറുതെ അല്ല, അതൊരു വലിയ സത്യമാണ്. ഈ 25 ലക്ഷം റുപ്യ ജയിപ്പിട്ടൊക്കെ ഫ്രീ ആയി തന്നേക്കന്റെ പ്രശ്നങ്ങളൊക്കെ തീരൂലേ? എവിടെ തീരാൻ? ഒരു ആശ്വാസം ഉണ്ടാവും. എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ ആരും ഒരു പണിക്കും പോകൂലേ? ഈ 25 ലക്ഷം റുപ്യ ആരെങ്കിലും അടിച്ചോണ്ട് പോയാ ഇക്കൊക്കെ വലിയ ഫീലിംഗ് ആയിരിക്കില്ലേ? ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്താ ഒരു ഫീലിംഗ്? നിന്റെ ശവടക്ക് എനിക്ക് കൂടാൻ പറ്റില്ലല്ലോ. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയില്ലേ? ലേശം അങ്ങോട്ട് മാറിക്ക്, എണ്ണം തെറ്റിക്കാൻ. എപ്പോഴും എണ്ണിയാ അത് കൂടുവൊന്നുമില്ല. ഒരു സുഖം. എത്ര കാലം ഇതിവിടെ ഇങ്ങനെ നിക്കുന്ന അറിയില്ലല്ലോ. ടച്ചിങ്ങിന്റെ ഒരു സുഖം. അത് പറഞ്ഞപ്പോ ജയിപ്പിട്ടാ ടച്ചിങ് സമയം വാങ്ങണ്ടേ? നന്നാവും. ഞാൻ വാങ്ങിയരാ. ആ പോ. എന്ത് ജന്മം.